നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഇന്നലെയും ഇന്നുമായിട്ട് ചർച്ച സമൂഹ മാധ്യമങ്ങളിലും അതുപോലെ തന്നെ വാർത്തകളിലെല്ലാം തന്നെ പ്രധാന വിഷയം എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തിക്കൊണ്ട് രാഷ്ട്രീയമായി ചില വിമർശനങ്ങൾ MT വാസുദേവൻ നായർ നടത്തിയതാണ്. ഏതായാലും അതിനെ വിമർശിച്ചും അനുകൂലിച്ചൊക്കെ തന്നെ ആളുകൾ അവരവരുടെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് രംഗത്ത് വരുന്നുണ്ട്. ഇപ്പോഴിതാ അധികാരികളുടെ മുഖത്തു നോക്കി ധീരമായി പ്രതികരിക്കുന്ന ആളാണ് MT എന്ന് നടൻ ഹരീഷ് പേരടി. 1000 അടിമത്തത്തിന്റെ ചുള്ളിക്കാടുകൾക്കിടയിൽ നിന്ന് ധീരമായി എത്തി നോക്കുന്ന ഒരു പൂമുട്ടാണ് MT എന്നും അദ്ദേഹം പറഞ്ഞു. കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ സർക്കാരിനെ MT വിമർശിച്ചതിന് പിന്നാലെയാണ് നടൻ ഹരീഷ് പേരടിയുടെ പ്രശംസാക്കുറിപ്പ്. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയായിരുന്നു അദ്ദേഹം പ്രതികരിച്ചത്. ചുള്ളിക്കാടന്മാർ മുദ്രാവാക്യങ്ങൾ എഴുതി അധികാരികളെ പ്രീതിപ്പെടുത്തുമ്പോൾ MT ഇന്നും അധികാരത്തിന്റെ മുഖത്ത് ധീരമായി തുപ്പിക്കൊണ്ടിരിക്കുന്നു. 1000 അടിമത്തത്തിന്റെ ചുള്ളിക്കാടുകൾക്കിടയിൽ നിന്ന് ധീരമായി എത്തി നോക്കുന്ന ഒരു പൂമുട്ടാണ് MT ജീവിക്കുന്ന കാലത്ത് ജീവിക്കാൻ പറ്റിയതാണ് നമ്മുടെ രാഷ്ട്രീയ സംസ്കാരം എന്നായിരുന്നു ഹരീഷ് പേരടിയുടെ പ്രശംസ. ഏതായാലും ഇപ്പോൾ ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് വലിയ രീതിയിൽ ചർച്ചയാകുന്നത്. നിരവധി ആളുകളാണ് അതിന് താഴെ കമന്റുമായി രംഗത്ത് വരുന്നത്. അധികാരം ജനസേവനത്തിലുള്ള അവസരം എന്ന സിദ്ധാന്തത്തെ കുഴിച്ചുമൂടി സ്വാതന്ത്ര്യം ഭരണാധികാരികൾ എറിയുന്ന ഔദാര്യത്തുണ്ടകളല്ലെന്നും തെറ്റുപറ്റിയാൽ സമ്മതിക്കുന്ന പതിവ് ഇവിടെ ഒരു മഹാരഥനുമില്ലെന്നും MT വിമർശിച്ചിരുന്നു. ആൾക്കൂട്ടത്തെ ആരാധകരായും പടയാളികളായും മാറ്റാമെന്നും കോഴിക്കോട്ടെ പുസ്തകോത്സവത്തിൽ അദ്ദേഹം കൂട്ടിച്ചേർത്തു. രാഷ്ട്രീയത്തിലെ മൂലച്യുതിയെ പറ്റി കേൾക്കാൻ തുടങ്ങിയിട്ട് വളരെ കാലമായി. എന്തുകൊണ്ട് എന്ന സംവാദങ്ങൾക്ക് പലപ്പോഴും അർഹിക്കുന്ന വ്യക്തികളുടെ അഭാവം എന്ന ഒഴുക്കൻ മറുപടി കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരുന്നു. രാഷ്ട്രീയ പ്രവർത്തനം അധികാരത്തിലെത്താനുള്ള ഒരു അംഗീകൃത മാർഗമാണ്. എവിടെയും അധികാരം എന്നാൽ ആധിപത്യമോ സർവാധിപത്യമോ ആവാം. അസംബ്ലിയിലോ പാർലമെന്റിലോ മന്ത്രിസഭയിലോ ഒരു സ്ഥാനം എന്ന് വെച്ചാൽ ആധിപത്യത്തിനുള്ള ഒരു തുറന്ന അവസരമാണ്. ആദ്യ കമ്മ്യൂണിസ്റ്റ് സർക്കാർ അധികാരത്തിൽ വന്നതോടെ ലക്ഷ്യം നേടിയ നലംഭാവത്തിൽ എത്തിപ്പെട്ടവരുണ്ടാവാം. അത് ഒരു ആരംഭമാണെന്നും ജാഥ നയിച്ചും മൈതാനങ്ങളിൽ ഇരമ്പിക്കൂടിയും വോട്ടുപെട്ടികൾ നിറച്ചും സഹായിച്ച ആൾക്കൂട്ടത്തെ ഉത്തരവാദിത്തമുള്ള സമൂഹമാക്കി മാറ്റാനുള്ള മഹാപ്രസ്ഥാനത്തിന്റെ തുടക്കം മാത്രമാണ് അധികാരത്തിന്റെ അവസരം എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് EMSഉം സമാരാധ്യനും മഹാനുമായ നേതാവുമാകുന്നത്. നയിക്കാൻ ഏതാനും പേർ, നയിക്കപ്പെടാൻ അനേകരും എന്ന പഴയ സങ്കല്പത്തെ മാറ്റിയെടുക്കാനാണ് EMS എന്നും ശ്രമിച്ചത്. ആചാരോപാചാരമായ നേതൃത്വ പൂജകളിലൊന്നും അദ്ദേഹത്തെ കാണാതിരുന്നതും അതുകൊണ്ട് തന്നെ. കാലം സമൂഹത്തെ എത്തിക്കുന്ന ചില അവസ്ഥകളിൽ ചില നിമിത്തങ്ങളായി ചിലർ നേതൃത്വത്തിലെത്തുന്നു. ഉത്തരവാദിത്വത്തെ ഭയത്തോടെയല്ലാതെ ആദരവോടെ സ്വീകരിച്ച് എല്ലാ വിധത്തിലുമുള്ള അടിച്ചമർത്തലുകളിൽ നിന്ന് മോചനം നേടാൻ വെമ്പുന്ന ഒരു സമൂഹത്തിന് സൃഷ്ടി ലഭ്യമാക്കുന്ന ഒരു നേതാവിനെ എന്നും പുതിയ പഥങ്ങളിലേക്ക് ചിന്തയും പുതിയ ചക്രവാളങ്ങളിലേക്ക് വീക്ഷണവും അയച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ നേതാവ് ഒരു നിമിത്തമല്ലാതെ ചരിത്രപരമായ ഒരു ആവശ്യകതയായി മാറുന്നു. ഇതായിരുന്നു EMS. ഇത് കാലത്തിന്റെ ആവശ്യമാണെന്ന് അധികാരത്തിലുള്ളവർ ഉൾക്കൊണ്ട് പ്രവർത്തിക്കാൻ തയ്യാറാകുമെന്ന് പ്രത്യാശിക്കുന്നു എന്നായിരുന്നു MTയുടെ വാക്കുകൾ. ഏതായാലും മുഖ്യമന്ത്രി പിണറായി വിജയനെ വേദിയിലിരുത്തിക്കൊണ്ടാണ് MT ഇത്തരത്തിലൊരു പ്രസംഗം നടത്തിയത്. ഏതായാലും MTയുടെ വാക്കുകളാണ് ഇപ്പോൾ വലിയ രീതിയിൽ ഇവിടെ ചർച്ചയാകുന്നത്.